कोई मिल गया मिल ही गया मिल ही गया ओ मिल ही गया अरे खारવો ખલાસી તો ઈ કહેવાય કે જે ફણીધર નાગ જેવા દરિયાની સામે ઉતરે અને ઉતરવું પડે કારણ કે કિનારે તો ખાલી પડે નાની નાની પગલીને નાના એવા સપનાની રેત બાળી ડગલીને તોફાનો તરાપ મારે હાલે સાવ આપી જાય તોય જેની હિંમત અને આમ નહીં આપે એવો ખારવો ખલાસી એવો હાડનો પ્રવાસી એવો ખારવો ખલાસી એવો હાડનો પ્રવાસી ગોતીલો 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 પોતાના જ દરિયામાં પોતાની જ ડૂબકીથી જાતનું અમૂલ મોતી લો കൊണ്ടാപ്പിള് വീട്ടിച്ച പെണ്ണിവളോ അന്ന് അണിഞ്ഞ വാരിയൽ ഉരിക്കാൻ വന്നൊരു പെണ്ണിവളോ കൊഞ്ചം വിവരക്കേടും കാമ്പും പിന്നെ അഹന്തവേരും പൂമ്പും എന്ന് മുരുട്ടിക്കുഴച്ച് കഴിച്ചു കൊടുത്ത പെണ്ണിവളോ 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 എന്ന പഞ്ചായത്തില്
सोचा कहाँ था ये जो हो गया, आना कहाँ था ये जो हो गया, किसी से काटो ना है तो होश मेरे, कदमों को थामो ये है आपके जोश मेरे, पागल बैठो है या खिलाता है, अब तो भयंकर पड़ी अपने ये नाम है, पागल बैठो है या खिलाता है, अब तो भयंकर पड़ी अपने ये नाम है। എന്റെ ചേച്ചി ഇപ്പോഴും ബികോം 3ാം വർഷമാണ് പഠിക്കുന്നത്. പിന്നെ ഞാനെന്താ 7ാം ക്ലാസ്സിൽ 2ാം വർഷം പഠിച്ചാൽ കുഴപ്പം? രണ്ടുപേരും ഒന്ന് മിണ്ടാതിരിക്കോ? ടീച്ചർ പരീക്ഷാ പേപ്പർ കൊണ്ടുവരുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുക മനുഷ്യൻ ഇവിടെ. എനിക്ക് പേടിയില്ല, ഞാൻ നല്ല വൃത്തിയായിട്ടാ പരീക്ഷ എഴുതിയത്. അതെ അതെ, പേപ്പറിനകത്ത് ഒന്നും എഴുതി വൃത്തികേടാക്കാതെയാ അവളെ തിരിച്ചു കൊടുത്തേ. നീ വല്ല എഴുതിയായിരുന്നോ പരീക്ഷയ്ക്ക്? എഴുതി. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണേ ടീച്ചറേ. ടീച്ചർ എന്റെ വാർത്ത കേൾക്കാതിരിക്കത്തില്ല. അയ്യോ, ദേ ടീച്ചർ വരുന്നു. ദൈവമേ, പേപ്പർ കയ്യിലുണ്ട്. ശരിയാടി, പേപ്പർ ഉണ്ട്. പേപ്പർ അയ്യോ, പേപ്പർ ഏതാ? ചെവിക്കല്ല് പൊട്ടി. ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പർ തരാൻ പോവുക. പേര് വിളിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കണം. ഓ, പിന്നെയും അഭിനവ് കേസി. ഇന്ന് നിന്റെ പേപ്പർ ഹാൻഡിൽ വിത്ത് കെയർ. എന്തിനാ ടീച്ചർ? സൂക്ഷിച്ചു പിടിക്കണം. മൊട്ടയാ, താഴെ വീണ പൊട്ടും. ഞാൻ നന്നായിട്ട് എഴുതിയതാണല്ലോ.
പുരോഗമനമുണ്ട്. ആഹ്ലാദ് കുമാർ, ആ പറ ടീച്ചറെ. നിനക്ക് ആഹ്ലാദിക്കാനുള്ളതുണ്ട്. എന്താ ടീച്ചറെ ഞാൻ ജയിച്ചാ? ഇല്ല, നിനക്ക് ആദ്യമായിട്ട് അരമാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ അരമാർക്കെങ്കിൽ അരമാർക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ. അത് നീ പഠിച്ച് മേടിച്ചെന്ന് വിചാരിക്കണ്ട. ആ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന മഷിയുടെ വിലയാന്ന് കരുതിയാ മതി. അടുത്തത് വരുൺ. യെസ് ടീച്ചർ. 50-ൽ 49 മാർക്ക്. അയ്യോ 49. ഞാൻ 50 മാർക്കിന് എഴുതുക ടീച്ചറെ. സാരമില്ല മോനെ, അടുത്ത തവണ നമുക്ക് 50-ൽ 50 മേടിക്കാം കേട്ടോ. എന്നാലും ടീച്ചറെ എന്റെ ഒരു മാർക്ക് പോയി. ആ ഒരു മാർക്കെങ്കിലും ബാക്കിയുള്ളവന് കിട്ടിയാ മതിയായിരുന്നു. എന്റെ ഒരു മാർക്ക് പോയി. കണ്ടോ കോർപ്പറേറ്റ് കുത്തുകളുടെ പട്ടിഷോ? അവന്റെ ഒരു മാർക്ക് പോയെന്ന്. അടുത്തത് മണിക്കുട്ടി മന്മഥൻ. 1.5 മാർക്ക്. ഒന്നരയോ? അടുത്തത് ദേവനന്ദ. നിനക്കും ഉണ്ട് 1.5 മാർക്ക്. ഇത് കൂട്ടായ്മയുടെ വിജയം. രഞ്ജന. ഇവിടെ ഉണ്ട് ടീച്ചർ. 50-ൽ 45 മാർക്ക്. മിടുക്കി. ഇവളെ രഞ്ജനയല്ല വഞ്ചനയാ. ഒന്നും എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നിനക്ക് 45 മാർക്ക് എവിടുന്ന് കിട്ടിയടി? സത്യമായിട്ട് ഞാൻ ഒന്നും എഴുതിയിട്ടില്ലടി. ഇതെന്തോ മിറാക്കിൾ സംഭവിച്ചതാ. സൈലൻസ്. എല്ലാവരുടെയും പേപ്പർ കിട്ടിയല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. ടീച്ചറെ, നമ്മുടെ പഴയ സെക്യൂരിറ്റി അങ്കിളിനെ ഇപ്പൊ കാണാനില്ലല്ലോ. എന്ത് പറ്റി? അങ്കിൾ എവിടെ പോയി? അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്തിനാ ടീച്ചറെ പിരിച്ചുവിട്ടത്? +2-ന്റെ പരീക്ഷയ്ക്ക് വന്ന പിള്ളേരുടെ ഹാൾ ടിക്കറ്റ് വലിച്ചു കീറിയതിന്. സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് കീറാൻ നിൽക്കുന്ന മാമനെയൊക്കെ പിടിച്ച് സെക്യൂരിറ്റി മതി, ഇരിയോടെ. പിന്നെ എല്ലാവരുടെയും പ്രോഗ്രസ് കാർഡ് തന്നുവിടും. വീട്ടിൽ കൊണ്ടുപോയി രക്ഷകർത്താവിന്റെ ഒപ്പിടിയിപ്പിച്ചിട്ട് നാളെ തന്നെ തിരിച്ചു കൊണ്ടുവരണം. ടീച്ചർ എന്റെ അച്ഛനും അമ്മയും ഗൾഫിലാ. അതിന്